ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫെയറി സർമ്മം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ എങ്ങോട്ട് പോവുകയാണെന്നല്ലേ? ഞങ്ങളൊരു യാത്ര പോവുകയാണ്. അപ്പോൾ ക്രിസ്മസ് വെക്കേഷനായിട്ട് നമ്മൾ ഇപ്രാവശ്യം ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോകാനായിട്ട് നമ്മളെല്ലാം റെഡിയായിട്ട് നിൽക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വർക്കല ശിവഗിരി സ്റ്റേഷനിലാണ്. അപ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് നമ്മൾ പോകുന്നത് പൂനെയിലോട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരത്തേക്ക് മക്കളുമായിട്ട് പോകുന്നത്. അപ്പം അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുവാണ്. അപ്പം ഞങ്ങളെ യാത്ര അയക്കാനായിട്ട് അച്ഛനും വന്നിട്ടുണ്ട്. അച്ഛൻ വരുന്നില്ല, നമ്മൾ 4 പേരും ആണ് പോകുന്നത്. അപ്പോൾ ഇവരെയും കൊണ്ട് ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം ട്രെയിനിൽ പോകുന്നത്. അപ്പോൾ എന്താകും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിനെക്കാട്ടി കൂടുതൽ എനിക്കൊരു ഭയമാണ് എങ്ങനെയായിരിക്കുമെന്ന്. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ട്രെയിൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രെയിൻ പതിയെ വരുന്നുണ്ട്. നമ്മൾ പോകുന്നത് കന്യാകുമാരി പൂനെ എക്സ്പ്രസ്സിലാണ് പോകുന്നത്. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടാറ്റാ ബൈ ബൈ ഒക്കെ കൊടുത്ത് അച്ഛനെ വിട്ട് അച്ഛൻ പോയി. നമ്മൾ അകത്തോട്ട് കയറി. അപ്പോൾ ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ അവർക്ക് മുകളിൽ ബർത്തിൽ ഇരിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടുപേരെയും പിടിച്ച് അവിടെ ഇരുത്തി. അപ്പോൾ ട്രെയിനൊക്കെ നല്ല ക്ലീനായിട്ട് കിടക്കുവാണ്. പിന്നെ അധികം ആൾക്കാരൊന്നും കയറിയിട്ടുമില്ല. അപ്പം നമ്മൾ ഇരിക്കുന്ന ആ ബർത്തിലൊന്നും ആരും വന്നിട്ടില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ വിശാലമായിട്ട് മക്കൾക്ക് അവിടെ ഇരിക്കാം. അപ്പോൾ രണ്ടുപേരും അവിടെ ഇരുന്നിട്ട് പേടിയൊന്നുമില്ലെന്ന് പറയുന്നുണ്ട്. നമുക്ക് സൈഡ് ബർത്താണ് കിട്ടിയത്. അപ്പം നമ്മളവിടെ പെട്ടിയൊക്കെ വെച്ചിട്ട് ഇരിക്കുവാണ്. ഇനി പതുക്കെ ആൾക്കാർ കയറത്തേ ഉള്ളൂ. ഇനിയിപ്പോൾ കൊല്ലമൊക്കെ എത്തുമ്പോഴത്തേക്കും ആൾക്കാർ കയറും. നമ്മൾ ഫുഡും ഒക്കെ എടുത്തിട്ടാണ് വന്നത്. നമ്മളൊരു 11:30 നമുക്ക് ട്രെയിന്. കുറച്ചൊന്ന് ലേറ്റായിട്ടുണ്ടായിരുന്നു വന്നപ്പം. വീട്ടിലേക്ക് പോകുന്നു. ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ യൂട്യൂബിലും ഒക്കെ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് സൺഫീസിൻ്റെ ചീസി വാവ്. അപ്പം അത് ഞാനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ഞാനത് പൊട്ടിച്ച് നോക്കുവാണ്. അപ്പോൾ ഭയങ്കര ഹൈപ്പാണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് എടുത്താലും എല്ലാവരും ഇതിൻ്റെ ഒരു റിവ്യൂ പറയണുണ്ട്. അപ്പോൾ ഞാനും ഇത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ട്രിപ്പിലൊക്കെ പോകുമ്പോൾ മക്കൾക്ക് കഴിക്കാൻ കൊടുക്കാമല്ലോ എന്ന് കരുതി വാങ്ങിച്ചു. അപ്പോൾ ഞാനത് പൊട്ടിച്ചു. അത് നമ്മളൊരു സാധാ ബിസ്ക്കറ്റ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഉള്ളിൽ നല്ല ക്രീമി ഇതായിട്ടാണ്, ഇങ്ങനെ ഷുഗറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പം നല്ല ക്രീമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പം നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ മധുരം ഇഷ്ടപ്പെടുന്നവർക്കും ബിസ്ക്കറ്റ് ലവേഴ്സിനും ഒക്കെ മസ്റ്റ് ട്രൈ ആണ്. അങ്ങനെ ഞാനത് ടേസ്റ്റ് ചെയ്ത് പിന്നെ മക്കൾക്കും കൊടുത്തു. അവർക്കും അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളൊരു 6:30 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും
പാലക്കാട് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേരള വിടാൻ പോവുകയാണ്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേഷൻ പാലക്കാടായപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് രാത്രിത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കണം. രാത്രിത്തെ ഭക്ഷണവും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിത്തെ ഭക്ഷണമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങട്ടെ. അങ്ങനെ ഡേ 2 ആയി. ഡേ 2-ൽ ഒരു 9:30 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് മക്കൾ എണീറ്റത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്തോറും തണുപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ കമ്പാർട്ട്മെൻറ്റിൽ നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് സ്വെറ്ററൊക്കെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഒക്കെ ഇട്ട് പിന്നെ മങ്കി ക്യാപ്പൊക്കെ വെച്ച് എല്ലാവരും കിടന്ന് ഉറങ്ങി എണീറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരിക്കുവാണ്. അപ്പം കൂടെ പരിചയപ്പെട്ട കുറച്ച് സുഹൃത്തുക്കളാണ്. ആന്ധ്ര സ്വദേശിയോ ആണ് തോന്നുന്നു. പക്ഷെ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, പടമൊക്കെ വരയ്ക്കുന്നുണ്ട്. ഓരോ പേരും അറിയാത്ത അവർ നല്ല ഫ്രണ്ട്സായി. ഒരുമയുണ്ടെങ്കിൽ ഒലക്കയിലും കിടക്കാമെന്ന് പറഞ്ഞ കണക്കാണ്. അവർ 3 പേരും കൂടെ ടാബും കണ്ട് അങ്ങനെ കിടക്കുവാണ്. കടുവും കോളിഫ്ലവറും ക്യാബേജും. അതിന് ഫോട്ടോ എടുക്കാം. അങ്ങനെ മക്കൾക്ക് എന്തായാലും ട്രെയിൻ ചെയ്യണി ബോറടിച്ചില്ല. അവർക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സിനെയും കിട്ടി. അവർ നന്നായിട്ട് കളിക്കുകയും ചെയ്തു. അതുപോലെ പടം വരപ്പും അങ്ങനെ സമയമെല്ലാം പോയി. അങ്ങനെ നേരെ അങ്ങനെ സന്ധ്യയായി. ഇപ്പോൾ സന്ധ്യ ആയപ്പോഴത്തേക്ക് നല്ലൊരു വ്യൂ. നമ്മളെ സണ്ണൊക്കെ നല്ല റെഡ് കളറിലായിട്ടുണ്ട്. അപ്പം ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നിനി രാത്രി ഒരു 9:45 ആകുമ്പോഴാണ് നമ്മൾ പൂനെ ജംഗ്ഷനിലെത്തുന്നത്. നമ്മളുടെ ലാസ്റ്റ് സ്റ്റോപ്പാണ് പൂനെ ജംഗ്ഷൻ. അവിടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. അങ്ങനെ ഡിന്നർ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിന്നറിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് പറഞ്ഞിരുന്നത് ആലു പൊറോട്ടയും പനീർ പൊറോട്ടയാണ്. അപ്പോൾ പനീർ ഞാനിങ്ങനെ കഴിച്ച് നോക്കുവാണ്. അപ്പോൾ പിങ്കിക്ക് പനീർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ പൂരി മസാല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മളെ ജാൻകുട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എല്ലായിടത്തും ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് വേറെ ഒരു ടേസ്റ്റാണല്ലോ, നമ്മളധികം ശീലിച്ചിട്ടില്ലാത്ത ടേസ്റ്റ്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. ആലു പൊറോട്ടയൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് നല്ല ആലു ആയിരുന്നു. അതും എനിക്കിഷ്ടപ്പെട്ടു. ഫുഡെല്ലാം നല്ലതായിരുന്നു. നല്ല ക്വാണ്ടിറ്റിയും ഒക്കെ ഉള്ള ഫുഡായിരുന്നു. അപ്പോൾ മക്കൾക്കും അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പിങ്കി കൊടുത്തു. പിങ്കി കൂടുതൽ ഇഷ്ടപ്പെട്ടത് പനീറിൻ്റേതാണ്. പിന്നെ പൂരി വന്നിട്ട് കുറച്ചൊന്ന് തണുത്തിട്ടുണ്ടായിരുന്നു. കാര്യം കുറച്ച് നമ്മൾ ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചു. അപ്പോൾ എല്ലാം ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി ബാക്കി നമ്മളെല്ലാവരും കൂടെ കഴിച്ചിട്ട് നമ്മളിതാ ഇറങ്ങി പോകാം.
പൂനെ ജംഗ്ഷനിൽ വന്നിറങ്ങി. ലാസ്റ്റ് സ്റ്റോപ്പായിരുന്നു. അപ്പോൾ അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ട്രെയിനിൽ ആൾക്കാർ വന്നും പോയി. നല്ല തിരക്കുള്ള സ്റ്റേഷനാണ്. ഒരുപാട് പ്ലാറ്റ്ഫോമും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ ആൾക്കാർ വരികയോ പോവുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ നടന്ന് മുകളിലോട്ട് വന്ന്, മുകളിലാണ് മെട്രോ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ മെട്രോയിലോട്ട് വന്നിട്ട് മെട്രോയിൽ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയിക്കുവാണ്. അപ്പോൾ മെട്രോ കയറി വേണം നമുക്ക് ഇനി നമ്മൾ പോവാനുള്ളത്. അപ്പം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലാണ്. സിസ്റ്റർ പൂനെയിലാണ് താമസിക്കുന്നത്. അപ്പം നമ്മൾ സിസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ മെട്രോയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നത്. അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ ഇനി മെട്രോയിലോട്ട് കയറണം. മെട്രോയിലോട്ട് കയറിയിട്ട് അവിടെ നിന്ന് പിന്നെ നമ്മളെ പിക്ക് ചെയ്യാൻ വരും. അപ്പോൾ നമുക്കിനി നേരെ മെട്രോയിലോട്ട് പോകാം. അയ്യോ നിങ്ങൾ നോക്കട്ടെ. അപ്പിക്ക് ഉറപ്പത്തേക്ക് അടുത്ത ട്രെയിൻ വരും. പെട്ടെന്ന് വാ വാ. അയ്യോ അയ്യോ നമുക്ക് ചോദിക്കാം എങ്ങനെയാ പോകുന്നത്. അല്ല വെളിയിറങ്ങണ്ടേ, പുറത്തിറങ്ങണം. അങ്ങനെ നമ്മൾ മെട്രോ ഒക്കെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ചേച്ചിയുടെ ഫ്ലാറ്റിലോട്ടാണ്. ഇവിടെയൊക്കെ കൂടുതലും ഫ്ലാറ്റുകളാണ്. ഇൻഡിപെൻഡൻറ്റ് വീടുകൾ ഉണ്ട്, അത് കുറവാണ്. കൂടുതലും ഫ്ലാറ്റ്സാണ് കൂടുതൽ. അപ്പോൾ നൈറ്റ് വൈബ് നല്ലതുപോലെ ഉണ്ട്. കാര്യം ഇഷ്ടംപോലെ ആൾക്കാരെല്ലാം പുറത്ത് വരുന്നുണ്ട്. പിന്നെ അവധി ദിവസങ്ങളായതുകൊണ്ടും അത്യാവശ്യം നല്ല റഷുണ്ട്. ഇവിടെ നല്ല ട്രാഫിക്കൊക്കെ നല്ല ട്രാഫിക് ജാമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പം ഒരു 5-6 കിലോമീറ്റേഴ്സ് വരെ ദൂരമുള്ള സ്ഥലത്ത് പോകാൻ തന്നെ നമ്മൾ 45-55 മിനിറ്റൊക്കെ എടുക്കും. അത്രയ്ക്ക് നല്ല ട്രാഫിക്കാണ് പൂനെയിൽ. അപ്പോൾ പൂനെ നല്ലൊരു വലിയ സിറ്റിയാണ്. അപ്പോൾ ഇത്രയും വലിയ സിറ്റിയാണെന്ന് ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഫ്ലാറ്റിലോട്ടെത്തി. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.